ജയലളിതയുടെ മൃതശരീരം ഇപ്പോൾ മെറിന ബീച്ചിലേക്ക് കൊണ്ടുപോകാനായുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള രാജ്ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4:30 മൃതദേഹം മെറിന ബീച്ചിൽ MGRന്റെ ശവകുടീരത്തിന് തൊട്ടടുത്തായി സംസ്കരിക്കുന്നത്. രാവിലെ മുതൽക്കേ തന്നെ നിരവധി ആളുകളാണ് രാജാജി ഹാളിന് സമീപത്ത് പുറത്തായി പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നും മൃതശരീരം മെറിന ബീച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളിൽ ആണ്. മെറിന ബീച്ചിലാണ് ജയലളിതയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും നേരത്തെ രാജാജി ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ നിരവധിയായ രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരാണ് ജയലളിതയെ അവസാനമായി ഒരു നോക്ക് കാണാനായി അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോഴും അവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ രാജാജി ഹാളിന് സമീപത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി തടിച്ചുകൂടിയിരിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും പൂർണ്ണമായും കാണാൻ അവസരം ലഭിച്ചിട്ടില്ല എന്നതുകൂടിയാണ് വലിയ രീതിയിലുള്ള വിഷമം ഒരുപക്ഷെ അണപൊട്ടി ഒഴുകാനുള്ളൊരു കാരണം കൂടിയായിരുന്നു. വലിയ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് രാജാജി ഹാൾ പ്രദേശം പുരോഗമിക്കുന്നത്. സജേഷ് ചേർന്നുണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി. സജേഷ്, നേരത്തെ 4:30 ഇവരുടെ സംസ്കാരം, ജയലളിതയുടെ സംസ്കാരം നടക്കുമെന്ന് അറിയിച്ചിരുന്നത്. അത് പ്രകാരം തന്നെയാണോ ഇനിയിപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുക? സജേഷ്. സൗമ്യ, അല്പസമയത്തിനകം തന്നെ പൊതുദർശനത്തിനുള്ള രാജാജി ഹാളിൽ നിന്ന് ജയലളിതയുടെ ഭൗതിക ശരീരം സംസ്കാരം നടക്കുന്ന മറീന ബീച്ചിലേക്ക് മാറ്റും. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. പോലീസ് ഇപ്പോൾ ഗ്രൗണ്ടിലുള്ള ജനാവലിയെ ഒഴിപ്പിക്കുകയാണ്. പൂർണ്ണ മിലിറ്ററി ബഹുമതികളോടുകൂടിയാണ് സംസ്കരിക്കുന്നത്. മിലിറ്ററി വാഹനങ്ങൾ അലങ്കരിച്ച് ജയലളിതയുടെ ഭൗതിക ശരീരം അവസാനത്തെ യാത്രയ്ക്ക് അലങ്കരിച്ച് തയ്യാറാക്കി കഴിഞ്ഞു. പോലീസ് ഇപ്പോൾ വാഹനം പോകുന്ന വഴിയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം മറീന ബീച്ചിലേക്ക് കൊണ്ടുപോകും. അല്പം മുമ്പ് ആന്ധ്ര മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒപ്പം എത്തിയിരുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ള സംഘത്തിന് എയർപോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കടുത്ത എയർ ട്രാഫിക്കാണുള്ളത്. 5 സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചെന്നൈ എയർപോർട്ടിലാണ് അതേ സമയത്ത് ഇറങ്ങാനുണ്ടായിരുന്നത്. കോയമ്പത്തൂരിലേക്ക് തിരികെ പോവുകയും അല്പസമയത്തിനുള്ളിൽ കേരള സംഘം ഇവിടെ എത്തുകയും ചെയ്യും. അതിനുശേഷം ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മറീന ബീച്ചിലേക്ക് മാറ്റും. മറീന ബീച്ച് ജയലളിതയുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ജയലളിതയുടെ തമിഴ്നാട്ടിൻ്റെ പ്രിയപ്പെട്ട MGRൻ്റെ സംസ്കാരം നടന്ന സ്ഥലമാണ്. അതിന് സമീപത്തായിരിക്കും ജയലളിതയുടെയും സംസ്കാരം നടക്കുക. തമിഴകം തീർത്തും ദുഃഖസാന്ദ്രമാണ്. അവരുടെ അമ്മ ഇനി മണിക്കൂറുകൾ മാത്രമേ അവർക്കൊപ്പമുള്ളൂ. പിന്നീട് സംസ്കാര ചടങ്ങാണ്. വളരെ ദുഃഖത്തോടു കൂടിയാണ് ആളുകൾ ഇപ്പോൾ ഈ രാജാജി ഹാളിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22 അപ്പോളോ ആശുപത്രിയിൽ ജയലളിതയെ അഡ്മിറ്റ് ചെയ്ത അന്നു മുതൽ ഒരു വലിയ ജനക്കൂട്ടം അപ്പോളോ ആശുപത്രിക്ക് മുന്നിലുണ്ട്. അതിൽ പലരും ഇപ്പോഴും ഇവിടെ ഉണ്ട്. 1.5-2 മാസത്തോളമായി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് തമിഴകം. അതോടൊപ്പം തന്നെ ജയലളിത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ജനകീയ അടിത്തറ കൂടി വ്യക്തമാക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഇതാണ് ഈ പൊതുദർശന ചടങ്ങിലെ കാഴ്ചകൾ. ഇന്നലെ അപ്പോളോ ആശുപത്രിയിലും പോയസ് ഗാർഡനിലും ഉണ്ടായ വലിയ തിരക്ക്, അതിൻ്റെ 10 ഇരട്ടി തിരക്കിലേക്കാണ് ഈ രാജാജി ഹാളിൽ ഇപ്പോൾ നീങ്ങുന്നത്. തിരക്ക് കണക്കിലെടുത്ത് രാവിലെ 5:50 പൊതുദർശനം ആരംഭിച്ചത്. ഇപ്പോൾ 3 മണി കഴിയുന്നു. 4 മണിയോടുകൂടി മൃതദേഹം ഇവിടെ നിന്ന് സംസ്കാര ചടങ്ങുകൾക്കായി മറീന ബീച്ചിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് തീരുമാനം. ഇപ്പോൾ പോലീസ് പോകുന്ന വഴിയിൽ ജനങ്ങളെ ഒഴിപ്പിക്കുകയാണ്. ഇത്ര വലിയ ജനങ്ങൾ ഉണ്ടായിട്ടും വളരെ വൈകാരികമായി അവരുടെ അമ്മയോടുള്ള അടുപ്പം പ്രകടിപ്പിക്കുന്ന ഒരു ജനത ഉണ്ടായിട്ടും അത് സംഘർഷങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. പോലീസിൻ്റെ വ്യക്തമായ മുന്നൊരുക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രി 11:30 മരണം തീരുമാനിക്കപ്പെട്ടപ്പോൾ മുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ആസൂത്രണവും മുന്നൊരുക്കങ്ങളും ഉണ്ടായിരുന്നു. വലിയ ജനക്കൂട്ടം ഇന്ന്
എത്തിയിട്ടും കാര്യമായ സംഘർഷങ്ങളിലേക്ക് നീങ്ങാതെ വളരെ ശാന്തമായി തന്നെ ഈ പൊതുദർശനം ഏതാണ്ട് അവസാനിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട ജയലളിതയെ, തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി മറീന ബീച്ചിലേക്ക് മാറ്റും. സൗമ്യ. സജേഷ്, ഇവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയമുള്ളത്, നിരവധിയായ ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ അവർ നമ്മോട് പറഞ്ഞിരുന്നത് അവർക്ക് പലർക്കും കാണാൻ സാധിച്ചിട്ടില്ല അമ്മയെ എന്നതാണ്. ഈ ഒരു തിരക്കിനിടയിൽ പ്രമുഖരും ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ പ്രത്യേകിച്ച് രാജ്യത്തിന് തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ രംഗത്തെ ആയാലും സാംസ്കാരിക രംഗത്തെ ആയാലും ഒക്കെ തന്നെയും പ്രമുഖർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. സജേഷ്. തീർച്ചയായും സൗമ്യ, അല്പം മുമ്പ് കർണാടകയുടെയും ആന്ധ്രയുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ വലിയ തോതിലുള്ള പോലീസ് സംഘത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ജയലളിതയുടെ മൃതദേഹത്തിന് അടുത്തെങ്കിലും എത്താനായത്. വലിയ തള്ളൽ ഇപ്പോഴും പൊതുദർശനം വെച്ച മൃതദേഹത്തിൻ്റെ സമീപത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിലുപരിയായി ഒട്ടേറെ ജനങ്ങൾ ഇപ്പോഴും ഈ മൈതാനത്തിന് പുറമേക്ക് നിൽക്കുകയാണ്. മൈതാനത്തിന് പുറമെ ഒട്ടേറെ ജനങ്ങൾ നിൽക്കുന്നു. അവർക്കാർക്കും, അവരിൽ ഭൂരിഭാഗം പേർക്കും അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് അവസാനമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്ര വലിയ തിരക്കായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്ത്യയാത്രയ്ക്കായി മൃതദേഹം ഈ രാജാജി ഹാളിൽ നിന്ന് മാറ്റും. അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. AIADMKയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ മൃതദേഹത്തിൻ്റെ സമീപത്ത് നിന്ന് പോലീസ് ഒഴിപ്പിക്കുകയാണ്. വാഹനം പോകുന്ന വഴിയും ഒഴിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ അന്ത്യയാത്രയ്ക്ക് തുടക്കമാകും. രാവിലെ 5:50 ആരംഭിച്ച പൊതുദർശനമാണ് ഇപ്പോൾ 3 മണി പിന്നിടുന്നു. ഇപ്പോഴും വന്നിട്ടുള്ള ജനസഞ്ചയത്തിൻ്റെ പകുതി ആളുകൾക്ക് പോലും അവരുടെ അമ്മയെ, അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വൈകാരികമായി തന്നെ അവരവരുടെ അടുപ്പം പ്രകടിപ്പിക്കുന്നു. വളരെ ദൂരെ നിന്ന് ഇനി അന്ത്യയാത്രയ്ക്കിടയിൽ അമ്മയെ കാണുക എന്ന തരത്തിൽ റോഡ് വക്കിൽ അവർ റോഡിൻ്റെ 2 വശത്തേക്കും മാറി നിൽക്കുന്നു. മറീന ബീച്ചിലേക്കുള്ള റോഡിൻ്റെ 2 വശത്തും ആളുകൾ ഇപ്പോൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. മറീന ബീച്ചിലും വലിയ തോതിൽ ജനസഞ്ചയം ഇപ്പോൾ ഉണ്ട്. ഇന്ന് ഉച്ച മുതൽ തന്നെ മറീന ബീച്ചിലും ആൾക്കൂട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം മരണം അറിഞ്ഞപ്പോൾ അപ്പോളോ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള തിരക്ക്, അതിനുശേഷം പോയസ് ഗാർഡൻ, പിന്നീട് രാജാജി ഹാൾ, ഇപ്പോൾ മറീന ബീച്ച്, എല്ലാ സ്ഥലത്തും വലിയ ജനസഞ്ചയം. ജയലളിത എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വലിയ ജനകീയ മുഖമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ പൊതുദർശനത്തിനെത്തിയ സ്ത്രീകൾ മാറത്ത് അടിച്ച് കരയുകയും അലമുറയിട്ട് കരയുകയും ചെയ്തത് ജയലളിത ഏറ്റവും ഒടുവിൽ ചെയ്തിട്ടുള്ള ചില ജനകീയമായ തീരുമാനങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു. അമ്മ ചായക്കടകൾ, 1 രൂപയ്ക്ക് അരി, 1 രൂപയ്ക്ക് 3 ചപ്പാത്തി തുടങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന പദ്ധതികൾ അവരെ വളരെ ഏറ്റവും ഒടുവിലത്തെ കാലത്ത് വളരെ ജനകീയയാക്കിയിരിക്കുന്നു. ആ ജനകീയ മുഖത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ഈ വലിയ ആൾക്കൂട്ടം. സൗമ്യ. ആൾക്കൂട്ടം നിയന്ത്രിക്കാനായി പര്യാപ്തമായ സേന അവിടെ ഉണ്ടോ? പോലീസുകാർ അവിടെ ഉണ്ടോ? ഒപ്പം തന്നെ ഈ മറീന ബീച്ചിലേക്കുള്ള ഈ ഒരു വിലാപയാത്ര മധ്യേ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് അതിവൈകാരികമായി തന്നെയാണ് അമ്മയുടെ വിയോഗത്തെ തമിഴ്നാട്ടുകാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഈ ഒരു വൈകാരിക പ്രകടനങ്ങളൊന്നും അതിര് കടക്കാതിരിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ഈ യാത്രയിലുടനീളം എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? സൗമ്യ സൂചിപ്പിച്ചതുപോലെ വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും അത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അത്രയും ആളുകൾ ഈ രാജാജി ഹാളിലുണ്ട്. ഇവർക്കിടയിലൂടെ വേണം ഈ ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാൻ. ഇപ്പോൾ RAFൻ്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ വലിയൊരു യൂണിറ്റ് ഇപ്പോൾ ഈ രാജാജി ഹാളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പോലീസിൻ്റെ എണ്ണം വളരെയധികം കൂട്ടിയിരിക്കുന്നു. കർശന സുരക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം അപ്പോളോ ആശുപത്രിയിൽ ചെയ്തതിന് സമാനമായ രീതിയിലേക്കുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. മരണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിന്നും ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിവാക്കിയിരുന്നു. പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായതിനു ശേഷമാണ് ജയലളിതയുടെ മൃതദേഹം പുറത്തേക്ക് എടുത്തത്. എന്നിട്ട് പോലും ജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെ പോലീസ് മുന്നൊരുക്കം നടത്തുന്നു. എല്ലാ നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ മൃതദേഹത്തിന് അടുത്ത് നിന്ന് മാറ്റുകയാണ്. അതോടൊപ്പം പോകുന്ന വഴിയിലെ ജനങ്ങളെയും പൂർണ്ണമായും മാറ്റുന്നു.
RAFിൻ്റെ വലിയൊരു യൂണിറ്റ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ വലിയൊരു യൂണിറ്റ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും പോലീസും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ സുരക്ഷാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജയലളിതയുടെ മൃതദേഹം ഈ മിലിറ്ററി വാഹനത്തിലേക്ക് മാറ്റും. അതിനുശേഷം മറീന ബീച്ചിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. ജയലളിതയുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ജയലളിതയുടെ പ്രിയപ്പെട്ട MGR അന്ത്യവിശ്രമം കൊള്ളുന്ന മറീന ബീച്ചിൽ MGRൻ്റെ സംസ്കാര നടന്നിട്ടുള്ള മറീന ബീച്ചിൽ അതിന് സമീപത്തായി തന്നെയാണ് ജയലളിതയുടെയും സംസ്കാരം നടക്കുക. സൗമ്യ, ഇപ്പോഴും അവിടേക്ക് ആളുകൾ കൂടുതൽ പേര് എത്തിക്കൊണ്ടിരിക്കുന്നതായാണോ സജേഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായും സൗമ്യ, വലിയ തോതിൽ ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. എത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ ഗ്രൗണ്ടിന് പുറത്ത് ഇപ്പോൾ ക്യൂവിലുണ്ട്. രാവിലെ തുടങ്ങിയ ക്യൂ ആണ്, ഇപ്പോഴും കിലോമീറ്ററുകൾക്കപ്പുറം ക്യൂ ആണ്. ഇപ്പോൾ ആളുകൾ ക്യൂവിൽ നിന്ന് പിരിഞ്ഞ് ഈ രാജാജി ഹാളിൽ നിന്ന് മറീന ബീച്ചിലേക്കുള്ള റോഡ് ഏതാണ്ട് 3 കിലോമീറ്റർ നീളമുണ്ട്. ആ മറീന ബീച്ചിലുള്ള റോഡ് കേന്ദ്രീകരിച്ച് ആളുകൾ രണ്ടരികിലായി നിൽക്കുകയാണ്. വാഹനവ്യൂഹം കടന്നു പോകുമ്പോഴെങ്കിലും അമ്മയെ അവസാനമായി കാണുക എന്നതാണ് ഇപ്പോൾ അവരുടെ ആരാധകരുടെ ആഗ്രഹം. അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും അവസാനമായി അമ്മയെ കാണുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ക്യൂവിൽ നിന്നും ഇപ്പോൾ റോഡരികിലേക്ക് മാറുന്നു. അതോടൊപ്പം തന്നെ മറീന ബീച്ചിലേക്കും ഒട്ടേറെ ജനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മറീന ബീച്ചിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾക്കിടെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനും ഒട്ടേറെ ആളുകൾ അങ്ങോട്ട് നീങ്ങുന്നു. എന്നിട്ട് പോലും ഈ രാജാജി ഹാളിലെ ജനക്കൂട്ടത്തിന്, തിരക്കിന് അല്പം പോലും അയവില്ല. വലിയ തോതിൽ തമിഴ്നാട് ഒന്നടങ്കം ചെന്നൈയിൽ എത്തിയിരിക്കുന്നു, രാജാജി ഹാളിൽ എത്തിയിരിക്കുന്നു. ജയലളിതയുടെ മൃതദേഹം എവിടെയൊക്കെ ഉണ്ടോ, എതിലെയൊക്കെ പോകുന്നു അവിടെയൊക്കെ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് തമിഴ്നാട് ഒന്നടങ്കം ചെന്നൈയിലേക്ക് ഒഴുകുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഈ പൊതുദർശന വേദിയിലും അതോടൊപ്പം തന്നെ നേരത്തെ പോയസ് ഗാർഡനിലും അപ്പോളോ ആശുപത്രിയിലും എല്ലാം കണ്ടത്. ഇവരെല്ലാവരും വളരെ ദൂരെ നിന്ന് വരുന്നവരാണ്. പുലർച്ചെ 2:30-ക്കെല്ലാം ഇവിടെ എത്തി കാത്തു നിൽക്കുന്നവർ ഉണ്ട്. നമ്മളോട് നേരത്തെ സംസാരിച്ച ആളിൽ നിന്നത് വ്യക്തമാണ്. രാവിലെ 2:30-ക്ക് മധുരയിൽ നിന്ന് എത്തിയവരുണ്ട്. ഒരാഴ്ച മുമ്പ് അപ്പോളോ ആശുപത്രിക്ക് മുമ്പിലെത്തിയവരുണ്ട്. അത്തരം ഒട്ടേറെ ആളുകൾ അവരുടെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ വളരെ വലിയ തിരക്കാണ്, മറ്റൊന്നും ചെയ്യാനുമില്ല. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്കായി അല്പസമയത്തിനുള്ളിൽ ജയലളിതയുടെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. മറീന ബീച്ചിൽ ചുരുങ്ങിയ ചടങ്ങുകൾ മാത്രമേ കാണുകയുള്ളൂ. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരുപക്ഷെ MGRന്റെ മരണശേഷം അദ്ദേഹത്തെ ദഹിപ്പിക്കാതെ അടക്കുന്ന ഒരു ചടങ്ങ് തന്നെ നടത്തിയത് ഈ ജനങ്ങളുടെ ഒരു വികാരം കൂടി കണക്കിലെടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ മറീന ബീച്ചിൽ എങ്ങനെയായിരിക്കും ചടങ്ങുകൾ? ചുരുങ്ങിയ നേരത്തെ മാത്രം ഉള്ള ഒരു ചടങ്ങായിരിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ മിലിറ്ററി ബഹുമതിയോടുകൂടിയാണെന്ന് മാത്രമാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിവരം പുറത്തു പറഞ്ഞിട്ടുള്ളത്. മറീന ബീച്ചിൽ ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുമുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ ഏത് രീതിയിലായിരിക്കുമെന്നൊരു വ്യക്തത നമുക്കിപ്പോൾ നൽകാനാകില്ല. ADMK നേതൃത്വം അക്കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും പുലർത്തുന്നുണ്ട്. മറീന ബീച്ചിൽ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. രാജാജി ഹാളിൽ നിന്നുള്ള അന്ത്യയാത്ര, തമിഴകത്തിൻ്റെ അമ്മ ജയലളിതയുടെ മൃതദേഹവുമായിട്ടുള്ള അന്ത്യയാത്ര അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. വലിയ ജനസഞ്ചയം റോഡിൻ്റെ രണ്ടരികളിലുമായി നിൽക്കുന്നു. വലിയൊരു വിഭാഗം പോലീസ് സംഘവും ഒപ്പം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും എത്തിയിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നിപ്പോൾ കൂടുതൽ പോലീസ് സംഘം എത്തുന്നത് കാണാനാകും. ഒരു വലിയ പോലീസ് സംഘവും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഇപ്പോൾ ഈ രാജാജി ഹാളിനകത്തേക്ക് വരികയാണ്. അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും മൃതദേഹം മാറ്റുക. അത്രത്തോളം വലിയ തിരക്കാണ്. വലിയ തോതിൽ സുരക്ഷ ഉറപ്പാക്കിയില്ലെങ്കിൽ ഇന്നലെ പോയസ് ഗാർഡനിലേക്ക്
പോകുമ്പോൾ ഉണ്ടായ പോലുള്ള തടസ്സങ്ങൾ നേരിടും. ആരും സംഘർഷത്തിൻ്റെ സാധ്യത കൊണ്ടല്ല, മറിച്ച് അവരുടെ അമ്മയോടുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന് മുന്നിലേക്ക് എത്തുകയും കാണാൻ ശ്രമിക്കുകയും ചെയ്യും. ഇഞ്ചോടിഞ്ച് ഇഴഞ്ഞായിരുന്നു ഇന്നലെ വാഹനവ്യൂഹം പോയസ് ഗാർഡനിലെത്തിയത്. സമാനമായ സാധ്യതകൾ ഇന്നും നിലനിൽക്കുന്നു. അതിലും വലിയ തിരക്കാണ്. അതുകൊണ്ട് വലിയ പോലീസ് സംഘം തന്നെയാണ് ഇപ്പോൾ ഈ രാജാജി ഹാളിൽ എത്തിയിട്ടുള്ളത്. സൗമ്യ, രാവിലെ മുതൽക്കേ തന്നെ നിരവധി ആളുകളാണ് ജയലളിതയെ അവസാനമായി ഒന്ന് കാണാനായി എത്തിച്ചേർന്നിരുന്നത്. അവരുടെ ഒരു വൈകാരികമായ അവരുടെ വാക്കുകളൊക്കെ എങ്ങനെയാണ്? രാവിലെ തന്നെ നമ്മൾ കണ്ടതാണ്, പലരും ഹൃദയം പൊട്ടിയാണ് സംസാരിക്കുന്നത് പോലും. ഇനിയിപ്പോൾ കാണാൻ പോലും ആകാത്ത വിധത്തിലേക്ക് ഒരു ഓർമ്മയായി ജയലളിത മാറാൻ പോകുമ്പോൾ, അവരുടെ പ്രിയപ്പെട്ട അമ്മ മാറാൻ പോകുമ്പോൾ അവരുടെ ഒരു വാക്കുകളൊക്കെ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സജേഷ്? തീർച്ചയായും സൗമ്യ, ഈ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ഈ ഒടുവിലത്തെ സമയങ്ങളിൽ ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തുന്ന വലിയ തീരുമാനങ്ങളായിരുന്നു ജയലളിത എന്ന ഭരണ നിപുണയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ജയലളിതയുടെ ഭരണ നൈപുണ്യത്തിൻ്റെ തെളിവായി ഈ തീരുമാനങ്ങളെല്ലാം നടപ്പിൽ വരുത്തുന്നതിനും അവർക്ക് കഴിഞ്ഞു. അത്തരത്തിൽ സാധാരണക്കാരെ വലിയ തോതിൽ ബാധിക്കുന്ന അമ്മക്കടകൾ, വളരെ വില കുറച്ച് കിട്ടുന്ന ഭക്ഷണം കിട്ടുന്ന കടകൾ, 1 രൂപയ്ക്ക് അരി, 1 രൂപയ്ക്ക് 3 ചപ്പാത്തി തുടങ്ങിയ പദ്ധതികളെല്ലാം ഫലപ്രദമായി നടപ്പിലാക്കാൻ ജയലളിതയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇത് വലിയ ജനകീയ മുഖമാണ് ഉണ്ടാക്കിയത്. ഈ ജനകീയ അടിത്തറയിൽ നിന്ന് വേണം ഇന്നത്തെ ഈ വികാര പ്രകടനങ്ങളെ കാണാൻ. എത്തിയ സ്ത്രീകൾ മുഴുവൻ ഈ പദ്ധതികളുടെ എല്ലാം പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു കരഞ്ഞത്. സൗമ്യയ്ക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച ആളുകളെ ഓർമ്മയുണ്ടാവും. അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പദ്ധതികളുടെ പേര് പറഞ്ഞോ, ഇനി അമ്മയില്ല ഞങ്ങൾക്കൊപ്പം എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുവെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. അത്തരത്തിൽ ഈ തമിഴകം കൃത്യമായ ഒരു ദുഃഖ സാന്ദ്രമാകുന്നു. ഇനി അവർക്കൊപ്പം അവരുടെ അമ്മ അല്പസമയം കൂടിയേ ഉണ്ടാകുള്ളൂ. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പോകേണ്ട വാഹനം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വാഹനം പൂക്കളാൽ അലങ്കരിച്ച് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതിക ശരീരം ഈ വാഹനത്തിലേക്ക് മാറ്റും. സൗമ്യ, സജേഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ഭൗതിക ശരീരം രാജാജി ഹാളിന് മുന്നിൽ നിന്നും മാറ്റുകയാണ്. മെറീന ബീച്ചിൽ 4:30 സംസ്കാരം നടക്കുക. നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് സംസ്കാരം നടക്കുക. ചുരുങ്ങിയ ചടങ്ങുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. മെറീന ബീച്ചിൽ MGRന്റെ ശവകുടീരത്തിന് തൊട്ടടുത്താണ് ജയലളിതയ്ക്കും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ജയലളിതയുടെ മൃതദേഹം ഇപ്പോൾ രാജാജി ഹാളിന് മുൻപിൽ, പൊതുദർശനത്തിന് വെച്ചിരുന്ന രാജാജി ഹാളിന് മുൻപിൽ നിന്നും മാറ്റുകയാണ്. വിലാപയാത്രയായ മൃതദേഹം മെറീന ബീച്ചിലേക്ക് കൊണ്ടുപോകും. മെറീന ബീച്ചിൽ 4:30 സംസ്കാരം നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാരം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഉള്ളവർ അവിടെ എത്തി ജയലളിതയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങളുമായി സജേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജേഷ്, വലിയ ജനത്തിരക്കുണ്ട്. ഇതിനിടയിൽ വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനുള്ള ഒരു പ്രയാസം അതാണോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്? വലിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്നതായി ഇടയ്ക്കിടെ അവിടെ ഇവിടെയും അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. സജേഷ്, തീർച്ചയായും സൗമ്യ, ജയലളിതയുടെ അന്ത്യയാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാകുകയാണ്. പോലീസ് ഇക്കാര്യത്തിൽ പോലീസിൻ്റെ പ്ലാൻ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയലളിതയുടെ മൃതശരീരത്തിന് അരികിലുള്ള നേതാക്കളെ ഉൾപ്പെടെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. AIADMK നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മൃതദേഹത്തിന് അരികിലുണ്ട്. അവരെ പോലീസ് മാറ്റുകയാണ്. ജനങ്ങളെ ഏറെക്കുറെ ഈ പോകുന്ന വഴിയുള്ള ജനങ്ങളെ മാറ്റിക്കഴിഞ്ഞു. ജയലളിതയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകേണ്ട വാഹനവും സജ്ജീകരിച്ചു കഴിഞ്ഞു. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള വാഹനത്തിലേക്ക് മാറ്റും. RPFൻ്റെയും തമിഴ്നാട് പോലീസിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകേണ്ട വഴി ഗ്രൗണ്ടിന് പുറത്തുള്ളവരെയും മാറ്റിയിട്ടുണ്ട്. അവരിപ്പോൾ റോഡിൻ്റെ 2 വശത്തേക്കുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറീന ബീച്ചും വലിയൊരു ജനസഞ്ചയമായി മാറിയിരിക്കുന്നു. സംസ്കാരം നടക്കുന്നത് മറീന ബീച്ചിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഭൗതിക ശരീരം മാറ്റും. വളരെ വൈകാരികമായി തന്നെയാണ് ഈ തമിഴകം ഈ
അന്ത്യയാത്രയോട് പ്രതികരിക്കുന്നത്, മാറാൻ വിസമ്മതിക്കുന്നു. അവരുടെ അമ്മയുടെ മുന്നിൽ നിന്ന് മാറാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വലിയ തിക്കും തിരക്കും കൂട്ടുന്നു. പോലീസ് കടുത്ത സംയമനത്തിലാണ് എന്നതും പറയേണ്ടിയിരിക്കുന്നു. പോലീസ് വളരെ സംയമനത്തോടു കൂടി ആളുകളെ പിടിച്ചു മാറ്റുക മാത്രമാണ് ചെയ്യുന്നത്. അത്രയെങ്കിലും ഇല്ലാതെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് മാറ്റാൻ കഴിയാത്ത അത്ര വലിയ ചിന്തിക്കാനാകാത്തൊരു തിരക്കാണ് ഇപ്പോൾ രാജാജി ഹാളിന് പുറത്തുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. RPF-ഉം പോലീസും രാജാജി ഹാളിൻ്റെയും മൃതദേഹം പോകുന്ന വഴിയുടെയും പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് എത്തുന്നു. പൂർണ്ണമായി ഇവിടെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൗമ്യ, ഇപ്പോഴും അവിടേക്ക് പ്രമുഖർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ സജേഷ്? തീർച്ചയായും സൗമ്യ, 5 സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് എത്തേണ്ടിയിരുന്നത്. അതിൽ 3 പേർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. ചെന്നൈയിൽ എയർപോർട്ടിന് മുകളിൽ കടുത്ത എയർ ട്രാഫിക്കാണ്. പലർക്കും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ സംഘവും ഇതുവരെ എത്തിയിട്ടില്ല. എയർ ട്രാഫിക് മൂലം കോയമ്പത്തൂരേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അതിനുശേഷമാണ് അവരിങ്ങോട്ട് വരിക. നേരിട്ട് ഇനി രാജാജി ഹാൾ വരുമോ അതോ മറീന ബീച്ചിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇപ്പോൾ ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് മാറ്റും. ഈ കൂട്ടം കൂടിയിട്ടുള്ള ജനസഞ്ചയത്തിനും അക്കാര്യം ബോധ്യമുണ്ട്. അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ അല്പസമയം കൂടിയേ അവർക്കൊപ്പമുള്ളൂ എന്ന് പോലീസിൻ്റെ നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കുനിഞ്ഞ ശിരസുമായി വളരെ വൈകാരികമായി തന്നെയാണ് ഈ ജനക്കൂട്ടം പിരിഞ്ഞു പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ക്ഷുഭിതരാകുന്നില്ല. 2-3 ദിവസമായി അപ്പോളോ ആശുപത്രിക്ക് മുന്നിൽ നിൽക്കാൻ തുടങ്ങിയവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് പോലും അന്ത്യാഞ്ജലിയോ അവസാനമായി ഒരു നോക്ക് കാണാനോ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇവരിവിടുന്ന് പിരിയുകയാണ്. റോഡരികിൽ വെച്ച് അവസാനമായി കാണാമെന്ന പ്രതീക്ഷയിൽ റോഡരികിലേക്കാണ് ഇപ്പോൾ ഇവർ നീങ്ങുന്നത്. ഈ അന്ത്യയാത്ര പോകുന്ന സ്ഥലത്തുകൂടിയുള്ള ജനങ്ങളെ മുഴുവൻ പോലീസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര തമിഴകത്തിൻ്റെ അമ്മയുടെ, തമിഴകത്തിൻ്റെ പുരയിച്ചി തലവിയുടെ, തമിഴകത്തിൻ്റെ എക്കാലത്തെയും ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള യാത്ര അല്പസമയത്തിനുള്ളിൽ മറീന ബീച്ചിലേക്ക് പോകും. സൗമ്യ, സജേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അവരെ കാണാനായി ഒരുപക്ഷെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറീന ബീച്ചിൽ ഇത്തരത്തിൽ മറ്റ് ഏതെങ്കിലും പ്രമുഖർക്ക് കാണാനുള്ള സൗകര്യം ഉണ്ടാകുമോ അതോ ഈ ഒരുപക്ഷെ ഇത്തരം വലിയ ഒരു സുരക്ഷാ വിഷയമൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് മറീന ബീച്ചിലേക്ക് എത്തിച്ച ശേഷം ബഹുമാന പുരസ്കാരമുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം സംസ്കരിക്കുകയായിരിക്കുമോ ചെയ്യുക? സൗമ്യ, ഇക്കാര്യത്തിൽ ഇനി വളരെ പെട്ടെന്ന് മറീന ബീച്ചിലേക്ക് എന്ന രീതിയിലേക്കാണ് പോലീസിൻ്റെ നീക്കം. ഇന്നലെ അപ്പോളോ ആശുപത്രിയിൽ സംഭവിച്ച അതേ രീതിയിൽ തന്നെ വളരെ പെട്ടെന്നുള്ള നീക്കം. പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ഈ വഴിത്താരകൾ എത്തുന്നു. ആളുകളെ ഒഴിപ്പിക്കുന്നു. വളരെ പെട്ടെന്ന് മറീന ബീച്ച്, അതല്ലെങ്കിൽ സൗമ്യ സൂചിപ്പിച്ചതുപോലെ വലിയ ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. വളരെ വൈകാരികമായി പ്രതികരിക്കുന്നവരുമാണ്. തമിഴ്നാടിൻ്റെ മുൻ അനുഭവങ്ങളെല്ലാം നമുക്കറിയാം. അത് നമ്മളെക്കാൾ നന്നായി തമിഴ്നാടിൻ്റെ പോലീസ് മേധാവികൾക്ക് അറിയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മറീന ബീച്ചിലേക്ക് ഇനി ഭൗതിക ശരീരം മാറ്റുക എന്നുള്ളതിനായിരിക്കും പ്രാധാന്യം നൽകുക. ഒട്ടേറെ പ്രമുഖർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ രാജാജി ഹാളിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ എത്തി. നരേന്ദ്രമോദിയുടെ സന്ദർശനവും അതിനിടയിലുണ്ടായ പെരുമാറ്റത്തിനും ചില രാഷ്ട്രീയ മാനങ്ങളും കൽപ്പിക്കപ്പെടുന്നുണ്ട്. നരേന്ദ്രമോദി ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തിന് നടുവിലേക്ക് നടന്നിറങ്ങി. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിന് നടുവിലേക്ക് വന്ന് ജനങ്ങൾ വണങ്ങുകയായിരുന്നു. ഇത് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ AIDMK ഒരു കാലത്തും BJPക്ക് വഴങ്ങുന്ന നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഒപ്പം പോകുമ്പോഴും AIDMKയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു ജയലളിതയുടെ രീതി. ജയലളിത എന്ന ആ വലിയ നേതാവ് ഇല്ലാതായിരിക്കുന്നു. ആ ഘട്ടത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾക്ക് ചില രാഷ്ട്രീയ മാനങ്ങളും ഉള്ളതായി വ്യാഖ്യാനിക്കുന്നു.
വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളെ കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ജനക്കൂട്ടത്തിന് അരികിലേക്ക് വന്ന് വണങ്ങി കൈവീശിയാണ് മോദി ഇവിടുന്ന് മടങ്ങിപ്പോയത്. അത്തരത്തിൽ ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ വരുന്നുണ്ട്. ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള അന്ത്യയാത്ര അല്പസമയത്തിനുള്ളിൽ വരും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പം മുമ്പ് നടൻ സൂര്യ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. നടൻ സൂര്യ, നടി നമിത തുടങ്ങിയവരാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ സിനിമാ ലോകത്തു നിന്നും തമിഴ്നാട്ടിലെ സാഹിത്യ സാംസ്കാരിക ലോകത്തു നിന്നുള്ള പ്രമുഖരും ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഇവിടെ എത്തിയിരുന്നു. രജനീകാന്ത്, മരുമകൻ ധനുഷ്, വിജയ്കാന്ത്, നടി രേവതി, ഗൗതമി, അങ്ങനെ ഒട്ടേറെ സിനിമാ താരങ്ങളും ഇവിടെ എത്തി ജയലളിതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു. തമിഴകത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങളും ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തി അവരുടെ അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അന്ത്യാഞ്ജലി അർപ്പിച്ചവരെക്കാൾ കൂടുതലാണ് അർപ്പിക്കാനുള്ളവരുടെ കാത്തു നിൽക്കുന്നവരുടെ എണ്ണം. അവർക്കിടയിലൂടെ ഈ അന്ത്യയാത്ര, ജയലളിതയുടെ ഭൗതിക ശരീരവുമായുള്ള അന്ത്യയാത്ര അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. സൗമ്യ, ഒരുപക്ഷെ ഇപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ വിയോഗം ഉൾക്കൊള്ളാനാവാത്ത ഒരു ജനതയെ കാണാം. അതൊരു പക്ഷേ ഈ ഒരു പ്രമുഖരെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ എന്നുള്ള വേർതിരിവുകളുടെ അപ്പുറമാണോ എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ ഒരു വികാരപരമായ നിമിഷങ്ങളും അതുതന്നെയാണോ നമ്മോട് പങ്കുവയ്ക്കുന്നത് സജേഷ്? തീർച്ചയായും സൗമ്യ, ഈ തമിഴകത്തിൻ്റെ മുൻ അനുഭവങ്ങൾ നമുക്കറിയാം. MGRൻ്റെ മരണസമയത്തുണ്ടായ കാഴ്ചകളെല്ലാം ട്രെയിനിൽ കയറിയും ബസ്സിൽ കയറിയും ബസ്സിന് മുകളിൽ കയറിയുമെല്ലാം ചെന്നൈയിലേക്ക് വരുന്ന ജനങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അതേ രാജാജി ഹാളിലാണ് ഇപ്പോൾ ജയലളിതയും പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. ഡിസംബറിലാണ് MGRഉം ഈ രീതിയിൽ മരണപ്പെട്ട് പൊതുദർശനം ഈ രാജാജി ഹാളിൽ നടന്നത്. മറ്റൊരു ഡിസംബറിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയുടെ മൃതദേഹവും പൊതുദർശനത്തിനായി അതേ രാജാജി ഹാളിൽ എത്തിയിരിക്കുന്നു. ഹാളിനകത്തല്ല മൃതദേഹം പൊതുദർശനത്തിന് വച്ചിട്ടുള്ളത്. അത്ര വലിയ തിരക്കാണ്. ആളിന് പുറത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയും മുഖ്യമന്ത്രി പനീർ സെൽവവും മറ്റ് 31 മന്ത്രിമാരും MLA മാരും ഉൾപ്പെടെയുള്ളവർ നിലത്ത് ഇരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പൊതുദർശനം സജ്ജീകരിക്കപ്പെട്ടത്. അതിനുശേഷം പൊതുജനവും മറ്റ് രാഷ്ട്രീയ, സാംസ്കാരിക, കലാ, സാഹിത്യ, സിനിമാ മേഖലകളിലെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തുകയായിരുന്നു. അത് ഇന്ന് രാവിലെ 5:50 ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ഇന്നലെ അപ്പോളോ ആശുപത്രി മുതൽ തന്നെ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് സാധാരണക്കാരായ ജനങ്ങൾ തടിച്ചുകൂടുന്ന കാഴ്ച ആയിരുന്നു ഉണ്ടായിരുന്നത്. 11:30 ജയലളിതയുടെ മരണം സംഭവിച്ചത്. അത് 12:30 അപ്പോളോ ആശുപത്രി സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം അപ്പോളോ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ജയലളിതയുടെ ഔദ്യോഗിക വസതിയായ പോയസ് ഗാർഡനിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ വലിയ തിരക്കായിരുന്നു. 5 കിലോമീറ്റർ നീണ്ട റോഡിലുണ്ടായിരുന്നത്. 5 കിലോമീറ്റർ ദൂരം ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്താണ് സഞ്ചരിച്ചത്. പുലർച്ചെ 2:30 ഈ തിരക്കെന്നതും ഓർക്കേണ്ടതാണ്. അതിനുശേഷം ജനത്തിരക്ക് പോയസ് ഗാർഡനിൽ വീണ്ടും വളരെ വലിയ തിരക്കും ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒഴുക്കും പോയസ് ഗാർഡനിലേക്ക് ഉണ്ടാവുന്ന സാഹചര്യമാണ് നിലനിന്നത്. ആ സാഹചര്യത്തിലായിരുന്നു 8 മണിക്ക് തീരുമാനിച്ചിരുന്ന പൊതുദർശനം പുലർച്ചെ 5:50 തന്നെ തുടങ്ങുകയും ജയലളിതയുടെ ഭൗതിക ശരീരം പോയസ് ഗാർഡനിൽ നിന്നും രാജാജി ഹാളിലേക്ക് മാറ്റുകയും ചെയ്തത്. ആ പൊതുദർശനത്തിൻ്റെ സമയപരിധിയും അവസാനിച്ചിരിക്കുന്നു. അല്പസമയം കൂടി മാത്രമേ ഇനി തമിഴകത്തിനൊപ്പം അമ്മയുള്ളൂ. അത് അവസാനമായി അമ്മയെ ഒരു നോക്ക് കാണാൻ എത്തിയ അവരുടെ ആരാധകർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പോലീസ് മടങ്ങിപ്പോകാൻ വിസമ്മതിക്കുന്ന നേതാക്കളെയും ജനങ്ങളെയും തൽക്കാലം ഇവിടെ നിന്ന് മാറ്റുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വിലാപയാത്ര ആരംഭിക്കും. സൗമ്യ, അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് തമിഴകം ഒട്ടാകെ. പ്രമുഖരെന്നോ സാധാരണക്കാരെന്നോ വേർതിരിവില്ലാതെ അമ്മയെ ഒരു നോക്ക് കാണാനായി, അവരുടെ കാലിലും തൊട്ട് വന്ദിക്കാനായി നിരവധി ആളുകളാണ് ഇപ്പോഴും കാത്തു നിൽക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ അവിടെ എത്തി അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. രാജാജി ഹാളിലേക്ക് ആയിരങ്ങളാണ് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ മാത്രമല്ല,
തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായാണ് നിരവധി ആളുകൾ ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐതിവൈകാരികമായാണ് ജയലളിതയുടെ ഈ ഒരു വിയോഗം, തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഈ ഒരു വിയോഗം തമിഴ്നാട് ഒന്നടങ്കം കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തമിഴ്നാട് ഒന്നാകെ, നാടൊന്നാകെ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്, അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാവിലെയാണ് ചെന്നൈ രാജാജി ഹാളിന് പുറത്തായി മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. അപ്പോൾ മുതൽക്കേ തന്നെ നാനാ ദിക്കിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരുന്നു. ഇപ്പോഴും ജനത്തിരക്ക് നിയന്ത്രിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് പോലീസും മറ്റ് സേനകളും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് 4:30-ക്കാണ് മെറീന ബീച്ചിൽ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയും ജയലളിതയുടെ സംസ്കാരം നടക്കുക. ഇവിടെ നിന്നുള്ള കൂടുതൽ വാർത്തകളിലേക്ക് വളരെ വേഗം എത്താം. ഒരിടവേള. ജയലളിതയ്ക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. രാജാജി ഹാളിന് പുറത്തായിരുന്നു ഇത്ര നേരം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നത്. ഇനി അവിടെ നിന്നും മൃതദേഹം വിലാപയാത്രയായി മെറീന ബീച്ചിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ പലപ്പോഴും നിയന്ത്രിക്കാനാകാത്ത വിധത്തിലേക്ക് ജനക്കൂട്ടം എത്തുന്നുണ്ട്, ജനക്കൂട്ടത്തിന് വികാരം എത്തുന്നുണ്ട്. ഇപ്പോഴും തമിഴ്നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു നോക്കു കാണാനായി, കാലിൽ തൊട്ടൊന്ന് വന്ദിക്കാനായി. ആ ആൾക്കൂട്ടത്തിനിടയിൽ സാധാരണക്കാരനും ഒപ്പം തന്നെ പ്രമുഖരും ഉണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഒരുപോലെ അമ്മ എന്നൊരു വാക്കിൽ ചേർത്ത് നിർത്താമായിരുന്നു ജയലളിതയെ. അതുകൊണ്ട് തന്നെയാണ് വികാരം അണപൊട്ടി ഒഴുകുന്ന നിമിഷങ്ങളിലൂടെ ഇപ്പോൾ തമിഴകം ഒന്നാകെ കടന്നു പോകുന്നത്. രാഷ്ട്രീയ വ്യത്യാസം എന്നെ നിരവധി ആളുകൾ രാവിലെ തന്നെ DMK-യുടെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെയും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ. അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇപ്പോഴും അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കാണാൻ കഴിയാതെ നിരവധി പേർ, അത് പ്രമുഖരെന്നായി ഒന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാത്ത നിരവധി ആളുകൾ തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളിലായി ഉണ്ട്. അത്രയേറെ തിരക്കാണ് രാജാജി ഹാളിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നതിനായി ഉള്ളത്. ചെന്നൈയിൽ രാജാജി ഹാളിൽ ആണ് ഇപ്പോൾ രാവിലെ പുലർച്ചയോടുകൂടിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. അപ്പോൾ തന്നെ നിരവധി ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. സെപ്റ്റംബർ 22-നാണ് അസുഖബാധിതയായ ജയലളിതയെ ആശുപത്രിയിൽ, ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോളോ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഒപ്പം തന്നെ എയിംസിൽ നിന്നുള്ള ഡോക്ടർമാർ, ഒപ്പം തന്നെ റിച്ചാർഡ് ബേലിനെ പോലെയുള്ള ലണ്ടനിൽ നിന്നുള്ള ഡോക്ടർമാരൊക്കെ അടക്കം കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ആശ്വാസകരമായ ഒരവസ്ഥയിലേക്ക് ജയലളിതയുടെ ശാരീരിക സ്ഥിതി പോയെങ്കിലും ഞായറാഴ്ചയോടുകൂടി കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയായിരുന്നു. തുടർന്ന് ശരീരത്തിനെ നിയന്ത്രിക്കാനാകാത്ത വിധത്തിലേക്ക് യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി ജീവൻ നിലനിർത്തേണ്ട ഒരവസ്ഥയിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒടുവിൽ ഇന്നലെ രാത്രി 11:30-ഓടുകൂടിയാണ് ജയലളിതയുടെ അന്ത്യം സംഭവിച്ചത്. രാജാജി ഹാളിന് സമീപത്തു നിന്നും സജേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജേഷ്, ഈ രാജാജി ഹാളിൽ നിന്നും മെറീന ബീച്ചിലേക്ക് എത്ര ദൂരമാണുള്ളത്? ഇവിടേക്ക് ഉള്ള ഒരു യാത്ര, പ്രത്യേകിച്ച് സജേഷ് നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുറേ മുൻപ് തന്നെ മൃതദേഹം അവിടെ നിന്ന് എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരുപക്ഷെ വിലാപയാത്രയെ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്? എന്നാൽ അതിനോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അത്ര തന്നെ സുരക്ഷ ഏർപ്പാടാക്കുന്ന പോലീസിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ എത്ര ദൂരം കാണും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ, മെറീന ബീച്ചിലുള്ള തയ്യാറെടുപ്പുകൾ, ശവസംസ്കാരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ, അതൊക്കെ എങ്ങനെയാണ് സജേഷ്? അതിലേക്ക് എത്താം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അന്തരിച്ചത്. തമിഴ്നാട് ഒട്ടാകെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഇന്ത്യ ഒട്ടാകെ അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ, ഒപ്പം തന്നെ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ അവരെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. 4:30-ന് മെറീന ബീച്ചിലെ MGR സ്മാരകത്തിന് സമീപമാണ് ജയലളിതയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും അന്ത്യവിശ്രമം, അതിനുശേഷമായിരിക്കും അന്ത്യവിശ്രമം ഒരുക്കുക. വലിയ സുരക്ഷ തന്നെയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ജയലളിതയുടെ മൃതദേഹം രാജാജി ഹാളിന് പുറത്ത് ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നും മൃതദേഹം എടുത്ത് വിലാപയാത്രയായി മെറീന ബീച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 11:30-ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ജയലളിതയുടെ അന്ത്യം. 68 വയസ്സായിരുന്നു.
അപ്പോളോ ആശുപത്രി 12:15 വാർത്താക്കുറിപ്പിലാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്ന് സെപ്റ്റംബർ 22-നാണ് ജയലളിത ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത്. 4:30 തന്നെ ശവസംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് എത്താം, ഒരിടവേളയിലേക്ക് കൂടി. ജീവിതത്തിലും ഒടുവിൽ മരണത്തിലും ഒരുപാട് നാടകീയതകൾ അവസാനിപ്പിച്ചാണ് ജയലളിത ഒരു തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് തന്നെ മറയുന്നത്. സെപ്റ്റംബർ 22-നാണ് ജയലളിതയെ അസുഖബാധിതയായി അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് തുടർന്ന് അങ്ങോട്ട് ഏതാണ്ട് 70 ദിവസത്തിലേറെ ആശുപത്രി വാസത്തിൽ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-ാം തീയതിയോടുകൂടി അസുഖം പൂർണ്ണമായും ഭേദമായി. എല്ലാ ചുറ്റുപാടുകളോടും പ്രതികരിക്കാൻ ശരീരവും മനസ്സും എല്ലാം പ്രാപ്തയായി വന്ന ജയലളിതയ്ക്ക് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ വീണ്ടും അത്യാസന്ന നിലയിലായ ജയലളിതയെ എഗ്മോയുടെ സഹായത്തോടെ ജീവൻ നിലനിർത്താനുള്ള കഠിന ശ്രമമാണ് ഇപ്പോൾ പരാജയത്തിൽ ആയിരിക്കുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രി 11:30 ജയലളിത ലോകത്തോട് വിട പറയുകയായിരുന്നു. നാടിപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയ്ക്ക്. നിരവധി പ്രമുഖരാണ്, ഒപ്പം തന്നെ നിരവധി സാധാരണക്കാരാണ് തങ്ങളുടെ അമ്മയെ. അവരെല്ലാവരും ഒറ്റ വാക്കുകൊണ്ടാണ് ജയലളിത എന്ന മഹത് വ്യക്തിത്വത്തെ തങ്ങളോട് ചേർത്ത് നിർത്തുന്നത്. അമ്മ എന്ന ആ 2 അക്ഷരത്തോടെ. ഒരുപക്ഷെ പലർക്കും സ്വന്തം അമ്മ പോലെ തന്നെയായിരുന്നു ജയലളിത. സാധാരണക്കാരന് എന്നും അവൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു അമ്മ. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ എന്നും അഴിമതിയുടെയും ഒപ്പം തന്നെയും ഏകാധിപത്യത്തിൻ്റെയും ഒക്കെ ഒരു വക്താവായി, അല്ലെങ്കിൽ ആ വിധത്തിലൊക്കെ ചരിത്രം എഴുതാനായി ശ്രമിക്കുന്നവർക്കിടയിൽ എന്നാൽ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമായിരുന്നു സാധാരണക്കാരായ തമിഴന് അമ്മ എന്ന് പറയുന്നത്. അതായിരുന്നു AIDMKയുടെ ഇത്ര കാലത്തെയും ശക്തിയും. രാവിലെ ചിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യക്ക് വളരെ മുൻപ് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടാകാം, എന്നാൽ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അമ്മ മുഖ്യമന്ത്രിയായ ആ കാലത്ത് മാത്രമാണ്. ഇനി അമ്മയില്ലാതെ ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങളുടെ പെൺമക്കൾ എന്തു ചെയ്യും എന്നൊക്കെ വാവിട്ട് അലമുറയിട്ട് കരയുന്ന സ്ത്രീകളെ ആ കൂട്ടത്തിൽ കാണാമായിരുന്നു. അത്തരത്തിൽ ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ വലിയ നേട്ടങ്ങൾക്ക് എന്നതിന് അപ്പുറത്തേക്ക് സാധാരണക്കാരന് നിരവധിയായ അവൻ്റെ ജീവിത ആവശ്യങ്ങൾക്ക് നിരവധിയായ കാര്യങ്ങൾ അത് തൻ്റെ ബ്രാൻഡിലൂടെ തന്നെ, അമ്മ എന്ന ആ ബ്രാൻഡിലൂടെ തന്നെ ചെയ്ത ആണ് എങ്കിൽ കൂടിയും നിരവധി കാര്യങ്ങൾ തമിഴ്നാടിന് വേണ്ടി ചെയ്തു എന്ന് തന്നെയാണ്. ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ഒക്കെ തന്നെയും കേരളത്തിൽ നിന്നുള്ള പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ഗവർണർ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, സജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ നേതാക്കളാണ് പ്രധാനമായും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുള്ളത്? സജേഷ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിന്റെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി രാജാജി ഹാളിൽ എത്തിയിട്ടുള്ളത്. നേരത്തെ 2 മണിയോടുകൂടി എത്തേണ്ടതായിരുന്നു. എന്നാൽ ചെന്നൈക്ക് മുകളിൽ കടുത്ത എയർ ട്രാഫിക്കാണ്. ഈ എയർ ട്രാഫിക്കിനെ തുടർന്നാണ് വൈകിയത്. പിന്നീട് വിമാനം കോയമ്പത്തൂരിലേക്ക് പോയി, അതിനുശേഷമാണ് തിരികെ വന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ അന്തിമോപചാരം ഏറ്റുവാങ്ങാനായിരുന്നു കാത്തുനിന്നത്. അതിനുശേഷം ജയലളിതയുടെ മൃതശരീരം മറീന ബീച്ചിലേക്ക് മാറ്റും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, ഗവർണർ P സദാശിവം തുടങ്ങിയവർ ആണ് കേരളത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവർ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ജയലളിതയുടെ തമിഴകത്തിൻ്റെ പ്രിയ നേതാവായിട്ടുള്ള അമ്മയുടെ ജയലളിതയുടെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് അതിനുശേഷം താഴോട്ട് പൊതുജനങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം ഇവർ മടങ്ങിപ്പോവും. നേരത്തെ 2 മണിയോടുകൂടി കേരള സംഘം എത്തേണ്ടതായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഒപ്പം 5 മുഖ്യമന്ത്രിമാരും അതേ സമയത്ത് ലാൻഡിങ്ങിന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് വിമാനം വീണ്ടും തിരികെ കോയമ്പത്തൂരിലേക്ക്
പറക്കുകയും പിന്നീട് ഇപ്പോൾ കേരള സംഘം എത്തിച്ചേരുകയും ചെയ്തത്. കേരള സംഘത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ അന്തിമോപചാരത്തിന് ആയിരുന്നു കാത്ത് ഇത്രയും സമയം നിന്നത്. ഇനി അല്പസമയത്തിനുള്ളിൽ ജയലളിതയുടെ ഭൗതിക ശരീരം മറീന ബീച്ചിലേക്ക് മാറ്റും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കൾക്ക് നടുവിലൂടെ പോലീസ് വഴി തീർത്തിരിക്കുന്നു. അമ്മയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. അലങ്കരിച്ച പട്ടാള വാഹനം ഇപ്പോൾ ഈ പൊതുദർശനത്തിൻ്റെ വേദിയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ ഈ അലങ്കരിച്ച മിലിറ്ററി വാഹനം ഇപ്പോൾ ഈ വേദിയുടെ സമീപത്തേക്ക് നീങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാരത്തിനായി ഈ ഭൗതിക ശരീരം ഇങ്ങോട്ട് മാറ്റും. തമിഴകത്തിൻ്റെ അമ്മയ്ക്ക് തമിഴകം ഏറ്റവും ദുഃഖസാന്ദ്രമാണ്. തമിഴകത്തിൻ്റെ അമ്മ ഇനി അല്പസമയത്തേക്ക് കൂടിയേ അവരോടൊപ്പമുള്ളൂ. അതിനുശേഷം സംസ്കാരം നടക്കും. സംസ്കാരം MGRനെ സംസ്കരിച്ച മറീന ബീച്ചിലാണ്. അതേ രീതിയിലായിരിക്കും. അഗ്നി ഉപയോഗിച്ചുള്ള സംസ്കാരമായിരിക്കില്ല. പൂർണ്ണ മിലിറ്ററി ബഹുമതികളോടുകൂടിയുള്ള സംസ്കാരമായിരിക്കും നടക്കുക. സൗമ്യ, എന്നാലും ഇപ്പോഴും നിരവധിയായ ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞൊരു 4:30 എന്നൊരു സമയത്തേക്ക് മൃതദേഹം അവിടെ എത്തിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടോ? പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം കേരളത്തിലുള്ള മുഖ്യമന്ത്രി എത്തി, ഗവർണർ എത്തി. ഒരുപക്ഷെ ഇത്തരം പ്രമുഖർ എത്തുമ്പോൾ അവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ 4:30 എന്നുള്ളൊരു സമയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതെങ്കിലും അത്തരം കൃത്യമായ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടോ സജേഷ്? സൗമ്യ, സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ജനങ്ങളെ ഒഴിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മൃതദേഹം ഈ വാഹനത്തിലേക്ക് മാറ്റും. വാഹനം ഉൾപ്പെടെ സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞു. വഴി തെളിക്കുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജാജി ഹാളിൻ്റെ ഗേറ്റിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളെ ഇപ്പോഴും മാറ്റാൻ സാധിച്ചിട്ടില്ല. അവരെ റോഡിൻ്റെ വശങ്ങളിലേക്ക് നീക്കുകയാണ് പോലീസും RPFും ചേർന്ന്. അതിനുശേഷം മാത്രമേ ഈ ഭൗതിക ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ വലിയ വികാര പ്രകടനം ആ സമയത്ത് ഉണ്ടായേക്കാമെന്ന് പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. വളരെ വൈകാരികമായി തന്നെ ജയലളിതയുടെ മരണത്തോട് തമിഴ്നാട് പ്രതികരിച്ചിരുന്നു. ഈ വിലാപയാത്രയുടെ സമയത്ത് ആ വികാര പ്രകടനം അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ എത്തിയേക്കാം. അത് പോലീസ് മുൻകൂട്ടി കാണുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. ഇപ്പോൾ RPFിൻ്റെയും പോലീസിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. വലിയ തിക്കും തിരക്കുമാണ് എങ്ങും ഉള്ളത്. സൗമ്യ, സജേഷ്, ഇപ്പോൾ ഏതൊക്കെ പ്രമുഖ നേതാക്കൾ, AIDMKയുടെ എല്ലാം പ്രമുഖ നേതാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടോ ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകാനായി? സൗമ്യ, ഭൗതിക ശരീരം മാറ്റുന്നതിലേക്ക് നീങ്ങുകയാണ്. ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നതിനായി RPFിൻ്റെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഭൗതിക ശരീരത്തിന് അടുത്തേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റു നേതാക്കളെ ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റുകയാണ്. പലരും മാറുന്നതിന് വിസമ്മതിക്കുന്നുമുണ്ട്. ഇവരെ അല്പം ബലം പ്രയോഗിച്ച് തന്നെ മാറ്റുന്ന രീതിയിലേക്ക് ആണ് പോലീസ് നീങ്ങുന്നത്. പോലീസ് ഒരു വഴി തെളിയിക്കുന്നു. ഈ ഗേറ്റിന് അരികിലെ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പൂർണ്ണ പട്ടാള ബഹുമതികളോടുകൂടിയാണ് സംസ്കരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചടങ്ങുകൾ അനുസരിച്ച്, പട്ടാളത്തിൻ്റെ രീതികളനുസരിച്ച്, നടപടിക്രമം അനുസരിച്ച് ഉള്ള ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. പട്ടാള ഓഫീസർമാർ ഈ ഇതിനകത്തേക്ക്, രാജാജി ഹാളിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പട്ടാള വാഹനം സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് മാറ്റും. സൗമ്യ, സജേഷ്, ഏതായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കൂട്ടത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെറീന ബീച്ചിലേക്കുള്ള ഒരു വഴി ഒരുക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ആയിരിക്കുമോ ഇപ്പോഴുള്ളത്? ജയലളിതയ്ക്ക് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്
ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോഴും രാജാജി ഹാളിന് സമീപത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ ഒന്ന് കാണാനായി. അതിൽ സാധാരണക്കാരുണ്ട്, പ്രമുഖരുണ്ട്, നിരവധി ആളുകളുണ്ട്. പലർക്കും ഇപ്പോഴും അമ്മയെ കാണാനോ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. ഒരു പക്ഷേ ദേശത്തിന് നാനാ ദിക്കിൽ നിന്നും ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും രാജാജി ഹാളിന് സമീപത്തുള്ള നിയന്ത്രണം കേന്ദ്ര സേനയുടെയും പോലീസിൻ്റെയും നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എങ്കിൽ കൂടിയും വൈകാരികമായ നിമിഷങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സേന നിലയുറപ്പിച്ചിട്ടുള്ളത്. മറീന ബീച്ചിലേക്ക് മൃതദേഹം കൊണ്ടുപോകേണ്ടതുണ്ട്. 4:30 മൃതദേഹം സംസ്കരിക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. അതിനുള്ള വഴിയൊരുക്കുകയാകും ഇനി ഏറെ ദുർഘടമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് മറീന ബീച്ചിലേക്ക് രാജാജി ഹാളിൽ നിന്നും മറീന ബീച്ചിലേക്കുള്ള വഴി ഉടനീളം സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് ലാഭയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുകയാണ് ഇനി ദുർഘടമായി ഉള്ളത്. ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ മൃതദേഹം അവിടെ നിന്ന് രാജാജി ഹാളിലെ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അപ്പോൾ മുതൽക്കേ അതിനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു. എന്നാൽ ഈ ഒരു വഴി ഒരുക്കുക തന്നെയാണ് ഇപ്പോൾ ദുർഘടമായുള്ളത്. ഇപ്പോഴും നിരവധി ആളുകളാണ് അവസാനമായി ജയലളിതയെ ഒന്ന് കാണാനായി അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, മുഖ്യമന്ത്രി, ഗവർണർ പി സദാശിവം അടക്കമുള്ളവർ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള പ്രമുഖർ, മറ്റ് മന്ത്രിമാർ അടക്കമുള്ളവർ അല്പം മുമ്പാണ് അവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നത്. ഇപ്പോഴും രാജാജി ഹാളിന് സമീപത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് ഉള്ളത്. സജേഷ് ചേർന്നുണ്ട് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി. സജേഷ്, ആ ഒരു സജേഷിലേക്ക് എത്താം. ഇന്നലെ രാത്രി 11:30 തമിഴ്നാടിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ ജയലളിതയുടെ മരണം സംഭവിച്ചത്. തമിഴ്നാട് ഒന്നാകെ ഇപ്പോൾ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലുടനീളം നാടകീയമായ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ, സിനിമയിലായാലും പിന്നീട് രാഷ്ട്രീയത്തിലായാലും ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോയ ജീവിതം, ഒരുപക്ഷെ മരണത്തിലും ഒരുപാട് നാടകീയതകൾ അവസാനിപ്പിച്ചാണ് അവർ യാത്രയാകുന്നത്. സെപ്റ്റംബർ 22 അസുഖബാധിതയായി നിർജ്ജലീകരണവും പനിയും എന്ന ആദ്യ കാരണങ്ങൾ അതായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സെപ്റ്റിസീമിയ പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ എന്നാണ് പിന്നീടുള്ള പല റിപ്പോർട്ടുകളും മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിലും പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് ജയലളിതയുടെ ജീവൻ കവർന്നത്. സജേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സജേഷ്, പൂർണ്ണമായും ജനക്കൂട്ടത്തിന്റെ നിയന്ത്രണം പോലീസിനും കേന്ദ്രസേനയ്ക്കും ഏറ്റെടുക്കാൻ ആയിട്ടുണ്ടോ? ഇപ്പോഴും കാര്യങ്ങൾ വൈകുന്നുണ്ടോ? മൃതദേഹം മെറീന ബീച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമയം അതിക്രമിച്ചു എന്ന് വേണോ കരുതാൻ?